എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് പരദൂഷണം പറഞ്ഞാലോ? കുറച്ച് പരദൂഷണമൊക്കെ പറഞ്ഞ് ഇവരുടെ കുറ്റം നമുക്ക് അവിടെ പറഞ്ഞ് അവരുടെ കുറ്റം ഇവിടെ പറഞ്ഞ് അതിന് ഒരു സമാധാനം കിട്ടും. അത് കേൾക്കുമ്പോൾ ഒരു ശ്രവണ സുഖം. പൊതുവെ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കേൾക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവും, അല്ലെങ്കിൽ പറയുമ്പോഴത്തേക്കൊരു എന്തോ ഒരു നിർവൃതി പോലെയൊക്കെയാണ് അല്ലേ? അത് കോമൺ. അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും അവരുടെ കുറ്റങ്ങൾ പറയുക എന്ന് പറയുന്നത് എല്ലാവർക്കും എന്തോ ഒരു ഉള്ളുന്നൊരു സന്തോഷം തരുന്നുണ്ട്. നമുക്കറിയാം ഈ ചെയ്യുന്നത് തെറ്റാണെന്ന്, പക്ഷേ എങ്ങനെയാണ് ഇത് തെറ്റാവുന്നതെന്ന് മനസ്സിലാവുന്നില്ല. സോ നമുക്കിത് മനസ്സിലാക്കിയാൽ ഈ ഒരു പ്രവണത കുറഞ്ഞു കിട്ടും. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് കർമ്മ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെ പരദൂഷണം നമ്മുടെ ലൈഫിൽ നിന്ന് കംപ്ലീറ്റ്ലി നമ്മൾ മാറ്റണം എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. സോ വെൽക്കം വൺസ് അഗെയിൻ. ഞാൻ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതുപോലെയുള്ള സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസ് ആയിരിക്കും. ഇഷ്ടമുള്ള ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, 4 തരത്തിലാണ് കർമാസ് നമ്മളെ ബാധിക്കുന്നത്: ഫിസിക്കൽ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത്, റിലേഷൻഷിപ്പ് ആൻഡ് വെൽത്ത്. വെൽത്ത് റിലേഷൻഷിപ്പിലാണ്, മെൻ്റൽ ഹെൽത്തിനെയാണ് കർമാസ് ബാധിക്കുന്നത്. സോ നമ്മൾ ചിന്തിക്കുന്നത്, നമ്മളുടെ തോട്ട്സ് പോലും കർമ്മയിൽ പെടും. സോ നമ്മൾ എത്രമാത്രം നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. കർമ്മ ഒരു വലിയൊരു സബ്ജക്റ്റാണ്. അതിലൂടെ നമ്മൾ അറിയുന്നത് നമ്മൾ ചിന്തിക്കുന്നത് പോലും നമ്മൾ ശ്രദ്ധിക്കണം. ഒരു നെഗറ്റീവ് തോട്ട്സ് പോലും നമ്മൾ എമിറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് കർമ്മ. ഇതാണ് കർമ്മ. സോ സദാ കുറ്റം പറയുന്ന ചില കാറ്റഗറീസ് ഉണ്ട്. എപ്പോഴും ആരെങ്കിലൊക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു കാര്യമില്ല ആരെങ്കിലൊക്കെ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുക. മുന്നിൽ ഒരാൾ വരിക, അപ്പോൾ അവരെ ഒന്ന് സുഖിപ്പിച്ച് വിടുക എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒന്ന് പൊക്കി വിടുന്നത് പോലെ അവരെ ഇങ്ങനെ പുകഴ്ത്തുക, ഒരു കാര്യമില്ലാതെ പുകഴ്ത്തുക. ഇങ്ങനെയുള്ളവരുടെ ആക്ച്വലി ഇവരുടെ ഗുഡ് കർമാസ്, ഇവർ ചെയ്ത് വെച്ചിട്ടുള്ള ഗുഡ് കർമാസ് അവരിലേക്ക് പാസ് ചെയ്യുകയാണ്. ഓക്കെ, സോ നമ്മൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ഗുഡ് കർമ്മയുടെ ബുക്കിനകത്ത് നമ്മൾ എത്ര പേജസ് കൂട്ടിയാലും, നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞാലും, മറ്റുള്ളവരെ ആവശ്യമില്ലാതെ നമ്മളിങ്ങനെ പുകഴ്ത്തി തട്ടി വിടുന്നതാണെങ്കിലും, ഇതൊക്കെ നമ്മളുടെ കർമാസിനെ നമ്മൾ അവർക്ക് കൊടുത്ത് ഹെൽപ്പ് ചെയ്യുകയാണ്. സോ അത് നമ്മൾ ആലോചിക്കുക, നമ്മളിതൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ. ഇനി അടുത്തത് പരദൂഷണത്തിൻ്റെ കാറ്റഗറി. നമുക്ക് 3 കൂട്ടരായിട്ട് എടുക്കാം. ലൈക്ക് എക്സ്, വൈ, ഇസഡ്. എക്സ് എന്ന് പറയുന്നത് പരദൂഷണം പറയുന്ന ആൾ, വൈ എന്ന് പറയുന്നത് പരദൂഷണം കേൾക്കുന്ന ആൾ, സെഡ് ആരെയാണോ നമ്മൾ ഇരയാക്കുന്നത്, അത് ഇസഡ്. സോ എക്സ് ഇസഡിൻ്റെ കുറ്റം വൈയോട് പറയുകയാണ്. ഓക്കെ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? എക്സിൻ്റെ വൈയും ഞാൻ എല്ലാ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എല്ലാവരും തമ്മിൽ എനർജറ്റിക്കലി കോഡ് ഫോം ആയിട്ടുണ്ട്. സോ എക്സ് ഇസഡിൻ്റെ കുറ്റം പറയുമ്പോൾ അവിടെ ഒരു കോഡ് ഉണ്ടാവുന്നുണ്ട്. ആ കോഡ് വഴി ഇവരുടെ ഇസഡിൻ്റെ കുറേ ബാഡ് കർമാസ് എക്സിലോട്ട് പാസ് ചെയ്യും. സോ ഇത് വൈ കേട്ടോണ്ടിരിക്കുക. അപ്പോൾ ഇസഡിൻ്റെ കുറേ ബാഡ് കർമാസ് എക്സിൽ പാസ് ചെയ്യും. ഇത് വൈ കേട്ടുകൊണ്ടിരിക്കുന്ന വൈ ചിന്തിക്കുകയാണ്, എക്സ് ഇങ്ങനെ ഇസഡിൻ്റെ കുറ്റം പറയുന്നു, പക്ഷെ ഇവൻ അത്ര നല്ല ആളൊന്നും അല്ല, എനിക്കാട്ടി അറിയാം, ഇതിനെക്കാട്ടി എത്രയോ ഭേദമാണ് ഇസഡ്. സോ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന വൈ എന്താ ചെയ്യുന്നത്? വൈക്ക് എക്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ബാഡ് കർമാസും കിട്ടും, ഇസഡിൻ്റെ ഭാഗത്തു നിന്നുള്ള ബാഡ് കർമാസും കിട്ടും. സോ ഇവിടെ സംഭവിച്ചത്, എക്സിന് 1 പോയിന്റ് കിട്ടുവാണെങ്കിൽ വൈക്ക് കിട്ടുന്നത് 2 പോയിന്റാണ്. എക്സിൽ നിന്നും കിട്ടുന്നുണ്ട്, ഇസഡിൽ നിന്നും കിട്ടുന്നുണ്ട്. സോ വൈക്ക് 2 പോയിന്റ് കിട്ടി. വൈ എന്ന് പറയുന്നത് ആരായിരുന്നു? കേട്ടോണ്ടിരിക്കുന്ന ആൾ. സോ കുറ്റം അല്ലെങ്കിൽ ഗോസിപ്പ് പറഞ്ഞ ആളെയും കാട്ടി ഗോസിപ്പ് കേട്ട ആൾക്കാണ് കർമ്മ കൂടി വരുന്നത്. ആൻഡ് ഇസഡിന് സംഭവിക്കുന്നത് എന്താ? കർമ്മ അവിടെ റെഡ്യൂസ് ചെയ്യുവാണ്. സോ ഇവിടെ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ആരോട് എന്ത് സംസാരിക്കുമ്പം നമ്മളിത് കേൾക്കണോ വേണ്ടായോ എന്ന് അത് നമ്മൾ തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ്.
സോ നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും നമ്മൾ പറയുന്നതും എല്ലാം നമ്മൾ വളരെ വളരെ ആലോചിച്ച് വേണം നമ്മൾ പറയാൻ. അത് മറ്റുള്ളവരെ ഹാം ചെയ്യുന്ന തരത്തിൽ ഒന്നും സംസാരിക്കാതിരിക്കുക, പ്രവർത്തിക്കാതിരിക്കുക. സോ ഇന്നത്തെ വീഡിയോയിലൂടെ ഗോസിപ്പിങ്ങും അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയുന്നതോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുകഴ്ത്തിയൊക്കെ പറഞ്ഞ് നിൽക്കുന്നതോ ഒക്കെ നമ്മളെ എത്രമാത്രം നമ്മളെ എഫക്റ്റ് ചെയ്യുന്നു എനിക്ക് മനസ്സിലാക്കി തരാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. സോ അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ്.